കുറച്ച് സമയത്തിന് ശേഷം ഡോക്ടർമാർ ഇറങ്ങി വന്നു. ഡോക്ടർ, എൻ്റെ രുദ്രേട്ടൻ. ഞങ്ങൾ പരമാവധി ശ്രമിക്കുന്നുണ്ട്. അതിനാൽ നിങ്ങൾക്ക് എൻ്റെ കൂടെ അകത്തേക്ക് വരാമോ? ശ്രീമതി രുദ്രാക്ഷ്. യെസ് ഡോക്ടർ, ഞാൻ വരാം. ഓക്കെ, കമിൻ. ആദു ഡോക്ടറിൻ്റെ കൂടെ അകത്തേക്ക് നടന്നു. അവിടെ ചെന്നപ്പോൾ കണ്ട കാഴ്ച അവളുടെ മാനസിക നില തെറ്റിച്ചു. എന്നാലും അവൾ ധൈര്യം പ്രാപിച്ചു. മിസ്സസ് രുദ്രാക്ഷിനെ വിളിപ്പിച്ചത് എന്തിനാണെന്ന് വെച്ചാൽ, കണ്ടല്ലോ രുദ്രൻ്റെ അവസ്ഥ. അപ്പോൾ ഞങ്ങളുടെ ഭാഗത്ത് താളപ്പിഴയില്ല എന്ന് കാണിക്കാൻ വേണ്ടിയാണ്. ഹീ സെറ്റ് ഈസ് ലാസ്റ്റ് സ്റ്റേജ്. ഒരുപക്ഷെ ഇച്ചിരി കൂടി നേരത്തെ കൊണ്ടുവരാൻ സാധിച്ചിരുന്നെങ്കിൽ രക്ഷപ്പെടുത്താമായിരുന്നു. ബട്ട് നോ, വി കാൺ ഡു എനിത്തിങ്. വി ആർ സോറി. ഇല്ല ഡോക്ടർ, എൻ്റെ രുദ്രേട്ടൻ തിരികെ വരും, എനിക്ക് ഉറപ്പാണ്. ഞാൻ ഒന്നടുത്തേക്ക് പൊക്കോട്ടെ? പൊക്കോളൂ. ആദു അവൻ്റെ അടുത്തേക്ക് ചെന്ന് അവൻ്റെ കണ്ണിൽ നിന്ന് ഒഴുകി ഇറങ്ങി വന്ന കണ്ണീർ പാടുകൾ തുടച്ചു. അവളുടെ നെഞ്ചിലേക്ക് അവൻ്റെ കൈകൾ ചേർത്തു. അവളുടെ ഹൃദയസ്പന്ദനം അവൻ്റെ കയ്യിൽ അറിഞ്ഞതും അവൻ ചെറുതായി ഒന്ന് അനങ്ങി. നേരെ പോവാൻ തുടങ്ങിയ വരകളിൽ മാറ്റം വന്നു. ഡു ഇറ്റ് അഗെയിൻ അദ്വിക. അവൾ വീണ്ടും തുടർന്നുകൊണ്ടിരുന്നു. അവൾ അവൻ്റെ അടഞ്ഞ കണ്ണുകളിൽ ഉമ്മ വെച്ചു. ഓക്സിജൻ മാസ്ക് മാറ്റി അവൻ്റെ ചുണ്ടോട് അവളുടെ ശ്വാസം പകുത്തു നൽകി. അതെ, അവൻ്റെ പ്രാണന്റെ ശ്വാസം അറിഞ്ഞതും അവനൊന്ന് ചുമച്ചു. അവൻ്റെ ലൈനുകൾ കേർവാകാൻ തുടങ്ങി. വി ആർ ദ ഓക്സിജൻ മാസ്ക് സിസ്റ്റർ. ദ ഗ്രേറ്റ് ഗോഡ് ഹാസ് പ്ലേഡ് എ മാജിക്. മിസ്സസ് രുദ്രാക്ഷ്, തനിക്ക് വേണ്ടി ഇയാൾ തിരിച്ചു വന്നിരിക്കുകയാണ്. അതെ, രുദ്രൻ അവൻ്റെ ഏകയെ വിട്ട് പോവാൻ പറ്റില്ല ഒരിക്കലും. അവരുടെ പ്രണയത്തിന് മുൻപിൽ ദൈവം തോറ്റു പിന്മാറിയിരിക്കുകയാണ്. അവളുടെ കണ്ണുകൾ സന്തോഷത്താൽ നിറഞ്ഞു. അവൾ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ആ ICU വിട്ടിറങ്ങി. ആ സന്തോഷ വാർത്ത അവൾ എല്ലാവരോടും പറഞ്ഞു. എല്ലാവരും ദൈവത്തോട് നന്ദി പറഞ്ഞു. പക്ഷേ ജലജയമ്മായി മാത്രം സഞ്ചയനത്തിൻ്റെ ദോശയും വടയും കിട്ടാത്തതോർത്ത് സങ്കടപ്പെട്ടു. ആധുവിൻ്റെ അമ്മയും ഇത് തന്നെ ബാധിക്കുന്ന കാര്യമല്ലെന്ന രീതിയിൽ ഫോണിൽ കുത്തി മാറിയിരുന്നു. അപ്പോഴാണ് ഡോക്ടർ അവിടുന്ന് ഇറങ്ങി വന്നത്. ഡോക്ടർ, രുദ്രേട്ടൻ ഹീസ് ഫൈൻ മിസ്സസ് അദ്വിക. കുറച്ച് സമയം കഴിഞ്ഞ് ഉണരും. ഇപ്പോൾ മരുന്നിൻ്റെ ക്ഷീണത്തിലാണ്. എൻ്റെ കൂടെ ഒന്ന് വരാമോ അദ്വിക? ഐ വാണ്ട് ടു ടോക്ക് ടു യു. ഡോക്ടർ. എല്ലാവരും ഒന്ന് ആശ്വസിച്ചു. അവർ ഡോക്ടറിൻ്റെ ക്യാബിനിലേക്ക് നടന്നു. ഞാൻ പറയുന്നത് സമാധാനത്തോടെ കേൾക്കണം. എന്താ ഡോക്ടർ, എന്തു പറ്റി? അത് പറ ഡോക്ടർ, എന്താണ് എൻ്റെ രുദ്രേട്ടന്? അത് ജീവൻ രക്ഷിക്കാൻ സാധിച്ചു. എങ്കിലും അയാളുടെ അരയ്ക്ക് താഴോട്ടുള്ള ചലനം നശിച്ചു. ഹീസ് കംപ്ലീറ്റ്ലി പാരലൈസ്ഡ്. വാട്ട്? നോ, ഇല്ല, ഞാനത് വിശ്വസിക്കില്ല. എൻ്റെ രുദ്രേട്ടൻ നടക്കും. എന്നോട് പറഞ്ഞതാ എന്നെ കെട്ടിപ്പിടിക്കണം, ഉമ്മ വെക്കണമെന്നൊക്കെ. ഇതൊരിക്കലും നടക്കില്ല. ഞാൻ സമ്മതിക്കില്ല. എൻ്റെ രുദ്രേട്ടന് വേണ്ടി ഞാൻ നടക്കും. ഞാൻ നോക്കും എൻ്റെ രുദ്രേട്ടനെ. അവൾ എന്തൊക്കെയോ പിറുപിറുത്തുകൊണ്ട് ആ മുറി വിട്ട് ഇറങ്ങിപ്പോയി. 3 മാസങ്ങൾക്ക് ശേഷമുള്ള ഒരു പ്രഭാതം. ഏക രുദ്രൻ്റെ നെഞ്ചോട് ചേർന്ന് കിടക്കുകയാണ്. രുദ്രേട്ടാ, അടയി കിടക്ക്, എനിക്ക് ഇക്കിളിയാവുന്നു. രുദ്രൻ അത് കാര്യമാക്കാതെ അവളുടെ നെറുകയിൽ ഉമ്മ വെച്ചുകൊണ്ടേയിരുന്നു. കൂടാതെ അവളുടെ മേൽ കുസൃതി കാട്ടിക്കൊണ്ടും. വീടൂര മോളെ നിന്നെ. അയ്യടാ, ഞാൻ എഴുന്നേറ്റ് പോവും. നീ പോവോ? എന്നാൽ എനിക്കൊന്ന് കാണണം നീ എങ്ങനെയാ പോകുന്നതെന്ന്. ഞാൻ പോയാ രുദ്രേട്ടൻ്റെ പുറകെ വരുമോ? അത് കേട്ട് രുദ്രൻ്റെ കണ്ണ് നിറഞ്ഞു. അവൻ്റെ മുഖം വാടിയത് കണ്ടപ്പോഴാണ് അവൾ എന്താ പറഞ്ഞതെന്ന് അവൾക്ക് ബോധം വന്നത്. അവൾ നാക്ക് കടിച്ച് സ്വയം തലയിൽ കൊട്ടി അവനോട് സോറി എന്ന് പറഞ്ഞു. ഈ വികലാംഗനെ നോക്കുന്നത് ബുദ്ധിമുട്ടായി തോന്നുന്നുണ്ടോ നിനക്ക്? ഇനിയും നിനക്ക് എൻ്റെ ലൈഫിൽ നിന്ന് പോകാനുള്ള അവസരമുണ്ടേക. എന്നെ നോക്കി ജീവിതം കഴിക്കേണ്ടവളല്ല നീ. ഞാൻ ഒഴിഞ്ഞു തരാൻ തയ്യാറാണ്. അവൾ പാഞ്ഞു ചെന്ന് അവൻ്റെ കോളറിൽ കുത്തിപ്പിടിച്ചു. ഇനി രുദ്രൻ്റെ ഒരു അക്ഷരം വേണ്ടിയാ എൻ്റെ സമനില തെറ്റും. എനിക്ക് ഈ 3 മാസം നോക്കാൻ അറിയാമെങ്കിൽ ജീവിതാവസാനം വരെ നോക്കാനും എനിക്കറിയാം. അതിന് നിങ്ങളുടെ പെർമിഷൻ പോലും എനിക്ക് വേണ്ട. കാരണം നിങ്ങൾ അണിയിച്ച താലിയും സിന്ദൂരവും എൻ്റെ പക്കലുണ്ട്. എനിക്ക് രുദ്രേട്ടനോട് ദേഷ്യം ഉണ്ടായിരുന്നു. അത് എന്തുകൊണ്ടാണെന്ന് രുദ്രേട്ടന് നന്നായി അറിയാം. ഏതൊരു പെണ്ണും താങ്ങാൻ പറ്റുന്നതിന് അപ്പുറമായിരുന്നു അത്. അല്ലെങ്കിൽ രുദ്രേട്ടൻ തന്നെ നീ ചിന്തിച്ചു നോക്ക്. രുദ്രേട്ടൻ 10 വർഷത്തോളം അഗാധമായ ഒരു പെൺകുട്ടിയെ പ്രണയിക്കുന്നു. കല്യാണ ദിവസം പക്ഷേ ആ പെൺകുട്ടിയെ അവിടെ കാണുന്നില്ല. പകരം അന്ന് തന്നെ വേറൊരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചാൽ രുദ്രേട്ടൻ പഴയതെല്ലാം മറന്ന് ആ പെൺകുട്ടിയെ ഉൾക്കൊള്ളാൻ കുറച്ച് സമയമെടുക്കില്ലേ? അതേ ഞാനും ചെയ്തുള്ളൂ. രുദ്രേട്ടൻ എൻ്റെ കഴുത്തിൽ ചാലി ചാർത്തുന്നതിന് മുന്നേ വരെ ഞാൻ ചിന്തിച്ചത് കണ്ണേട്ടൻ്റെ താലി ഏറ്റുവാങ്ങുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ റിയാക്ട് ചെയ്തത്. വേദനിപ്പിച്ചെന്നറിയാം. സോറി. പക്ഷേ അന്ന് നമ്മുടെ ജീവിതത്തിലെ നശിച്ച ദിവസം ഉണ്ടായില്ലേ, അന്ന് ഞാൻ എൻ്റെ ഇഷ്ടം അറിയിക്കാനിരുന്നതാണ്. പക്ഷേ ദൈവം വിധി മാറ്റിമറിച്ചു. കൂടാതെ
രുദ്രേട്ടൻ കണ്ണൻ രാക്ഷസനാണെന്ന് പറഞ്ഞത് ഇപ്പോഴും എൻ്റെ ചെവിയിൽ മുഴുകുന്നു. പക്ഷേ അതിന് കാരണം എനിക്കറിയണ്ട. അത്രമേൽ വിശ്വാസമാണ് എനിക്ക് എൻ്റെ കാലൻ രുദ്രേട്ടനെ. അന്നു മുതൽ ഇന്ന് വരെയും എൻ്റെ ഉള്ളിൽ എൻ്റെ കാലം മാത്രമേ ഉള്ളൂ. കാലനില്ലാതെ അവൻ്റെ യക്ഷിയില്ല രുദ്രേട്ട. അവൾ കരഞ്ഞുകൊണ്ട് അവനെ പിടിച്ചു. തിരിച്ച് അവൻ്റെ കണ്ണും നനഞ്ഞിട്ടുണ്ടായിരുന്നു. ഇടോ കാല, എന്നെ വിട്ടെ, എനിക്ക് ശ്വാസം മുട്ടുന്നു. അടങ്ങിക്കിടക്കടി യക്ഷിപ്പെണ്ണ ഇവിടെ. എൻ്റെ കാലിനെ കുഴപ്പമുള്ളൂ, എൻ്റെ കൈക്ക് യാതൊരു കുഴപ്പമില്ല. അതുകൊണ്ട് നിന്നെ ഇങ്ങനെ എത്ര ചേർത്ത് പിടിച്ചാലും എനിക്കതൊരു പ്രശ്നമേ അല്ല. അവൻ അവളുടെ നെറ്റിയിൽ ചുണ്ടുകൾ ചേർത്തു. ബാ എഴുന്നേക്ക്, ഞാൻ കുളിപ്പിക്കാം. ഇന്ന് കുളിക്കാനോ? ഇന്നലെ കുളിച്ചതല്ലേ. ബാ നമുക്കിത് കെട്ടിപ്പിടിച്ച് ഇങ്ങനെ കിടക്കാം. അയ്യടാ മാറങ്ങോട്ട്. ഇന്ന് രുദ്രേട്ടൻ്റെ കൂട്ടുകാരൻ ഡോക്ടർ വരുന്ന ദിവസമാണ്. സുന്ദരനായിട്ടിരിക്കണം, ഇന്ന് എഴുന്നേറ്റ് നടക്കണം. നിനക്ക് വിശ്വാസമുണ്ടോടി ഞാൻ എഴുന്നേറ്റ് നടക്കുമെന്ന്? ഡോക്ടർമാർ എല്ലാം ഒരേ സ്വരത്തിൽ പറഞ്ഞതല്ലേ എഴുന്നേറ്റ് നടക്കില്ല എന്ന്. എടോ കാല, എന്നെ ചുമ്മാ ദേഷ്യം പിടിപ്പിക്കരുത്. ദേഷ്യം പിടിപ്പിച്ചാൽ ഞാൻ തനി യക്ഷിയാവും. പറഞ്ഞിരുന്നു വേണ്ട. ഒരിക്കലും എഴുന്നേക്കില്ല എന്ന് പറഞ്ഞ രുദ്രേട്ടനെ വീൽ ചെയറിലാക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടേ. ബാക്കിയും എന്നെ കൊണ്ട് പറ്റും. ഓ ശരി യക്ഷിപ്പെണ്ണേ, എന്നാ വായങ്ങോട്ട്. അവൾ അവനെ കൊണ്ട് ചെന്ന് കുളിപ്പിച്ചു, പല്ല് തേപ്പിച്ചു, എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തു. അല്ലെങ്കിലും ഈ 3 മാസം അവൻ്റെ കാര്യങ്ങൾ ചെയ്യിപ്പിച്ചതെല്ലാം അവളാണ്. അവനെ ബാത്റൂമിൽ കൊണ്ടുപോയി ക്ലീൻ ആക്കുന്നത് വരെ അവൾക്ക് അതിലൊന്നും യാതൊരു മടിയുമില്ലായിരുന്നു. അവൾ കുളിപ്പിച്ചിട്ട് അവൻ്റെ വീൽ ചെയർ ഉരുട്ടി റൂമിലേക്ക് കൊണ്ടുവന്നു. അവൾ പോയി തോർത്തെടുത്തു കൊണ്ടുവന്ന് അവൻ്റെ തല തുവർത്താൻ തുടങ്ങി. അവൻ ഓരോ കുസൃതി കാണിക്കാനും അവൻ അവളുടെ ഇടുപ്പിൽ പിടിച്ച് മുന്നോട്ടാക്കി സാരി മാറ്റി അവളുടെ വയറിൽ മുഖം പൂഴ്ത്തി. അവളുടെ കയ്യിൽ നിന്ന് തോർത്ത് താഴേക്ക് വീണു. അവൾ പെരുവിരലിൽ പൊങ്ങി അവൻ്റെ തലമുടിയിൽ കൊരുത്തു പിടിച്ചു. അവൻ്റെ ചുണ്ടും നാവും അവിടെ അലഞ്ഞു. അവൾ ഒന്നും മിണ്ടാനാവാതെ അങ്ങനെ നിന്നു. പെട്ടെന്ന് പിന്നിൽ നിന്നുള്ള ഒരു മുരടരക്കം ആണ് അവനെ അവളിൽ നിന്നുള്ള കൈ വലിപ്പിച്ചത്. അവർ രണ്ടുപേരും ഞെട്ടിപ്പുറകിലേക്ക് നോക്കി. പെട്ടെന്ന് പിന്നിൽ നിന്നുള്ള മുരടരക്കമാണ് അവനെ അവളിൽ നിന്നുള്ള കൈ പിൻവലിപ്പിച്ചത്. അവർ രണ്ടുപേരും ഞെട്ടിപ്പുറകിലേക്ക് നോക്കി. അവരെ നോക്കി ഇളിച്ചുകൊണ്ട് നിൽക്കുന്നയാളെ കണ്ടപ്പോൾ രുദ്രന്റെ ചുണ്ടിൽ ഒരു ചിരി വിരിഞ്ഞു. എന്നാൽ ആധു ഇതാരാ എന്ന എക്സ്പ്രഷൻ ഇട്ട് നിന്നു. അവൻ ഓടി വന്ന് മുട്ടുകുത്തിയിരുന്ന് രുദ്രനെ കെട്ടിപ്പിടിച്ചു. രുദ്രൻ തിരിച്ചും, എന്തൊക്കെയാടാ വിശേഷം? അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ലടാ. വലിയ മാറ്റമൊന്നുമില്ല നിനക്ക്. നിനക്കും. ഇതാരാ എന്ന് പറയുമോ രുദ്രേട്ടാ? ഞാൻ കുറച്ച് സമയമായിട്ട് ഇവിടെ നോക്കുത്തിയെ പോലെ നിൽക്കുന്നു. അവൾ കൊച്ചുകുട്ടിയെ പോലെ ചുണ്ടു പിളർത്തി പറഞ്ഞു. അച്ചുടാ, എന്നെ കൊച്ചിന് സങ്കടമായോ? അവൻ അവളെ വയറിലൂടെ കൈ ചേർത്ത് പിടിച്ചു. പോട്ടെ, ഇവനാണ് നീ നേരത്തെ പറഞ്ഞ എൻ്റെ ചങ്കും കരളുമായ ഡോക്ടറായ ആദികേശ് സഹദേവ്. എൻ്റെ ആദി ഓർത്തോളജിസ്റ്റാണ്. ഹലോ ആദിയേട്ടാ. ഹലോ ഏക. സോറി ആധു. എന്തു പറ്റിയേട്ടാ? ഇത് അവൻ ഞുള്ളി നിന്നെ ഏകാന്ന് വിളിച്ചതിന്. ആണോ രുദ്രേട്ടാ? എൻ്റെ മാത്രം അവകാശമാണ് ആ പേര്, വേറെ ആരും വിളിക്കണ്ട. ആധു അവനെ ചേർത്ത് പിടിച്ച് നെറുകയിൽ തലോടി. അവൾ പിറകോട്ട് മാറി. എന്താടാ നിനക്ക് വല്ലാത്തൊരു ചുമ? പിന്നെ ഞാനെന്ത് വേണം? ഞാൻ നിൽക്കുന്നുണ്ടെന്ന് ഓർക്കാതെ രണ്ടും കൂടി റൊമാൻസിച്ചാൽ? ഓഹോ, ബാക്കിയുള്ളവൻ്റെ കഞ്ഞി പാറ്റിയിട്ടപ്പോൾ നിനക്ക് സമാധാനമായല്ലോ. പെട്ടെന്നാണ് രുദ്രൻ അവൻ്റെ നെറ്റിയിൽ മുഴച്ചു കിടക്കുന്നത് കണ്ടത്. എടാ എന്തു പറ്റി നെറ്റിയിൽ? അത് ഞാൻ ഇങ്ങോട്ട് കയറി വന്നപ്പോൾ ഒരു കുട്ടിപ്പിശാച് എൻ്റെ നെറ്റിയിൽ ഇടിച്ചതാ. പെട്ടെന്നാണ് അവിടെ ഒരു പെൺശബ്ദം മുഴകി കേട്ടത്. കുട്ടിപ്പിശാച് നിങ്ങളുടെ മറ്റവള്. എൻ്റെ മറ്റവളെ പറയാൻ നീ ആരടി മരത്തവളെ? താൻ പോടോ ചൊറിയമ്പുഴു. നീ പൊടി നത്തോലി. താൻ പോടോ മാക്കാച്ചി. മാക്കാച്ചി നിൻ്റെ താൻ പോടോ. രണ്ടും ഒന്ന് നിർത്തുന്നുണ്ടോ? അവൻ അലറി. രണ്ടുപേരുടെയും വഴക്ക് കേട്ടിട്ട് രുദ്രനും ആദുവും ചെവി പൊത്തിപ്പിടിച്ചു. നിന്നെ ആരാ നെഹ ഈ വാക്കുകളൊക്കെ പഠിപ്പിച്ചത്? മൂത്തവരോട് ഇങ്ങനെയൊക്കെ പറയാമോ? സോറി രുദ്രേട്ടാ, അമ്മായി ജ്യൂസ് കൊണ്ടുവന്ന് തരാൻ പറഞ്ഞുകൊണ്ടാ ഞാൻ റൂമിലോട്ട് വന്നേ. അപ്പോഴാ ഇയാള്. സോറി, ആദ്യമായിട്ട് എന്നെ കുറ്റം പറഞ്ഞത് കേട്ടത്, അതുകൊണ്ടാ പ്രതികരിച്ചേ. സോറി എന്നോടല്ല, ആദ്യോട് പറ. സോറി ആദ്യേട്ടാ. ഇറ്റ്സ് ഓക്കെ നിഹ. ജ്യൂസ് കുടിക്കാതി. ഏക നീ പോയി കഴിക്കാൻ എടുത്തു വെക്ക്. എടുത്തു വെക്കാൻ രുദ്രേട്ടാ. ശരി. ഏക താഴോട്ട് പോയി. പക്ഷെ നിഹ അവിടെ തന്നെ നിന്നു. നിന്നോട് നീ പ്രത്യേകിച്ച് പറയണോ പോവാൻ? അത് ഗ്ലാസ്.
രണ്ടുപേരും ഗ്ലാസ് അവളുടെ കയ്യിൽ കൊടുത്തു. അവൾ ഗ്ലാസ് വാങ്ങിക്കാൻ വന്നത് എന്ന വ്യാജേന ആദിയുടെ ചെവിയിൽ പറഞ്ഞു, ഇവിടെ ചൊറിയുമ്പോഴും നിനക്ക് വെച്ചിട്ടുണ്ട്, വെയിറ്റിംഗ് ഇടി കുട്ടിപ്പിശാശേ. അവനും ആ സ്റ്റൈലിൽ പറഞ്ഞു. അവൾ ചവിട്ടി കുലുക്കിപ്പോയി. അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. കുട്ടിപ്പിശാശ്, അവൻ സ്വയം ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്താടാ? ഏയ് ഒന്നുമില്ല. പിന്നെ അതാരാ, നിന്റെ അനിയത്തിയാണോ? എന്നേക്കാൾ 1 വയസ്സിനുള്ളതാ. അമ്മയുടെ ആങ്ങളുടെ മോൾ. പേര് നിഹാരിക ശ്രീധർ. MBA കഴിഞ്ഞ് ബിസിനസ് നോക്കുന്നു. ഏകയുടെ പ്രായമാണ്. അവളും ബിസിനസ് ഫീൽഡാണല്ലോ. രണ്ടുപേരും കൂട്ടുകാരാണ്. അവൾക്ക് ഞാനെന്ന ജീവനാണ്. നിന്നെ ഞാൻ ഉടനെ എൻ്റെ അളിയനാക്കോടാ അളിയാ. അത് മനസ്സിൽ പറഞ്ഞതാണ് ആദി. പിന്നെ ആ കണ്ണിനെപ്പറ്റി അന്വേഷിച്ചോ? അതുവരെ കളി പറഞ്ഞുകൊണ്ടിരുന്ന ആദിയുടെ കണ്ണ് ചുവന്നു. പൊന്ന മോനെ തല്ലിക്കൊള്ളണം നമുക്ക്. നീ എഴുന്നേറ്റിട്ട് വേണം അത്. അവർ രണ്ടുപേരും ദേഷ്യം കൊണ്ട് വിറച്ചു. നിന്നെ എനിക്ക് വിശദമായി ഒന്ന് ചെക്ക് ചെയ്യണം. ഞാൻ നടക്കുമെന്ന് എനിക്ക് യാതൊരു ഉറപ്പുമില്ലടാ. എടാ മോനെ, ഇനി നീ ഇങ്ങനെ വല്ലതും പറഞ്ഞുകൊണ്ടല്ലോ തല്ലിക്കൊല്ലും ഞാൻ നിന്നെ. നീ എഴുന്നേക്കും. ആ കള്ള കണ്ണിൻ്റെ മുന്നിൽ നീ നിന്റെ ഏകയുമായി ജീവിച്ച് കാണിക്കണം. അവൾക്ക് വേണ്ടി നീ തിരിച്ചു വരുമെന്ന് വിശ്വസിക്കുക. നീ നടക്കും, അല്ലെങ്കിൽ ഈ ആദികേശ് നടത്തും എൻ്റെ പ്രിയ രുദ്രനെ. വാ, നമുക്ക് താഴേക്ക് പോകാം.